ഗൈസ് ഇപ്പോൾ ഗൈസ് എല്ലാവരും പാർട്ട് 1 കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും പാർട്ട് 2ലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ ലുലുമാളിൽ ചാടിപ്പടഞ്ഞ് ഇറങ്ങി നേരെ നമ്മൾ മെട്രോയിലോട്ട് തന്നെ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് നേരെ ഫോർട്ട് കൊച്ചിയിലേക്കാണ് ഇനി അടുത്ത് പോകാനായിട്ട് പോകുന്നത്. അങ്ങനെ വീണ്ടും നമ്മൾ ചാടിപ്പടഞ്ഞ് മെട്രോയിലോട്ട് കയറാനായിട്ട് പോവാണ് കേട്ടോ ഗൈസ്. അപ്പം എന്തായാലും ഗൈസ് പിന്നെ പറയാനുള്ള വെച്ചാൽ അവസാനം ഞാൻ കൊച്ചി സ്റ്റേഡിയം കണ്ടു ഗൈസ്. അപ്പം എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് കൊച്ചി സ്റ്റേഡിയം കാണുന്നത്. അപ്പം നോക്കുകയാണെങ്കിൽ ഞാൻ ഇതുവരെയായിട്ട് കളി കാണാൻ ഇതിലോട്ട് വന്നിട്ടില്ല ഗൈസ്. അപ്പം എന്തായാലും ഇനി വരണമെന്ന് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, ഒരു ദിവസം വരണം ഗൈസ്. അപ്പം എന്തായാലും അതും കണ്ടുകൊണ്ട് നേരെ നമ്മൾ മെട്രോയിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നേരെ പുറത്തോട്ടെത്തിയപ്പോഴാണ് അതിമനോഹരമായ ഒരു സ്ഥലം കൂടി നമ്മൾ കണ്ടെത്തിയതല്ല, അവിടേക്ക് എത്തിയതാണ് ഗൈസ്. ഇവിടെയാണ് വണ്ടിയാണ് ചീറിപ്പായുന്നുണ്ട് ഗൈസ്, പലതരം വണ്ടികളുണ്ട്. അങ്ങനെ നേരെ നമ്മൾ ഓട്ടോയിൽ കയറിയിട്ടുണ്ട് ഗായ്സ്. അപ്പം അങ്ങനെ നേരെ മറവൻ ഡ്രൈവിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നേരെ നമ്മൾ വാട്ടർ മെട്രോയിലൂടെ നേരെ ഫോർട്ട് കൊച്ചിയിലോട്ട് പോകാനായിട്ട് പോവാണ് കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് കൂടിയാണ്. അപ്പോൾ ഇതെല്ലാം എന്നെ കൊണ്ടുപോകുന്നത് വേറെ ആരില്ല ഗൈസ്, എൻ്റെ ഒപ്പമുള്ള തുണക്കാരൻ തന്നെയാണ്. അവനിവിടെ ഒരു വട്ടം 2 വട്ടം വന്നതാണ്, അതുകൊണ്ട് അവനക്ക് ഇതിലുള്ള എക്സ്പീരിയൻസ് ഉണ്ട് ഗൈസ്. അപ്പോൾ അങ്ങനെ നേരെ നമ്മൾ വീണ്ടും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും ഗൈസ്. അപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് വാട്ടർ മെട്രോ. അപ്പോൾ ഇതിലാണ് നമ്മൾ പോകാനായിട്ട് പോകുന്നത് ഗൈസ്. ഇത് തന്നെയാണെന്നൊരു ചെറിയ സംശയമുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നേരെ നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ടിക്കറ്റിൻ്റെ കളർ എന്തായാലും ചേഞ്ച് ആയിട്ടുണ്ട്, വെള്ളയിൽ നിന്ന് പച്ചയായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും എല്ലാ കടമകളും താണ്ടിക്കൊണ്ട് നമ്മൾ നേരെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. അങ്ങനെ നേരെ പുറത്തുള്ള നമ്മുടെ പോവാൻ കിടക്കുന്ന മെട്രോ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അഥവാ വാട്ടർ മെട്രോ എന്ന് പറയും. അപ്പോൾ ഷേനാണെങ്കിൽ എന്തൊക്കെ പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ എന്തൊക്കെ അവനോടും പറയുന്നുണ്ട് ഗൈസ്, മനസ്സിലായില്ല. അങ്ങനെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പുതിയ ടിക്കറ്റ് ഗൈസ്. അവിടേക്ക് എത്തുമ്പോഴും ആവശ്യമാണെന്നാണ് പറയുന്നത്. അങ്ങനെ നേരെ നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ്, നമ്മളല്ല ഞാൻ കട്ട വെയിറ്റിംഗ് ആണ്. അവൻ ഇതിൻ്റെ മുമ്പേ വന്നതാണെന്ന് ഞാനൊരു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. അങ്ങനെ ആദ്യം ഞങ്ങൾ തന്നെയാണ് കയറിയത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് തന്നെ സീറ്റ് കിട്ടിയിട്ടുണ്ട് ഗൈസ്, മനസ്സിലായില്ലേ. അപ്പോൾ എന്തായാലും നമ്മളാണ് ഫസ്റ്റ് എത്തിയത്. അങ്ങനെ നേരെ നമ്മൾ അവിടെ ഇരുന്ന് യാത്ര തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ മെട്രോയിലുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഗൈസ് ഇവിടെ നിന്നുള്ള വ്യൂ ഒന്ന് നോക്കിയ ഗൈസ്, എൻ്റെ പൊന്നെ പൊളിയല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളും പോയ സ്ഥലങ്ങളായിരിക്കും, പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം ഗൈസ്. അപ്പോൾ നിങ്ങൾ ഇവിടേക്കൊന്നും പോയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പോയി കാണേണ്ടത് തന്നെയാണ് ഗൈസ്. അപ്പോൾ എവിടേക്കാണ് പോകുന്നത് വെച്ചാൽ ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിലേക്കാണ് പോകുന്നതെന്ന് ഞാൻ മുമ്പേ തന്നെ പറഞ്ഞു ഗൈസ്. അപ്പോൾ ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് ലൈക്ക് അടിക്കുക, അല്ലെങ്കിൽ ഒന്ന് കമൻ്റ് അടിക്കുക ഗൈസ്. എന്താ ഗൈസ്, അപ്പോൾ കപ്പലിലൂടെയുള്ള ചരക്കും സാധനങ്ങളും കൈമാറ്റം ചെയ്യുന്ന ഒരു ഏരിയയാണ് നിങ്ങളിപ്പോൾ കണ്ടുവരുന്നത്. അതേപോലെ നമ്മൾ മുന്നോട്ട് പോയപ്പോൾ കുറേ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ വെള്ളത്തിലും കടക്കുന്ന കാണാനുണ്ട്. നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ദയവായി വെള്ളത്തിലോട്ടൊന്നും ഇടരുത് എന്നാണ് ഞാൻ പറയുന്നത്. വെള്ളത്തിലോട്ടല്ല, എവിടെയും ഇടരുത് ഗൈസ്. അവിടെ പോയപ്പോൾ തന്നെ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴല്ല, നമ്മൾ മെട്രോന്ന് ഇറങ്ങിയതിന് ശേഷം, അതാണ് ഞാൻ പറഞ്ഞത് ഗൈസ്. എന്തായാലും നേരെ നമ്മൾ മെട്രോയിൽ നിന്ന് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്, അഥവാ വാട്ടർ മെട്രോയിൽ നിന്ന് വീണ്ടും ഇറങ്ങി നേരെ മുന്നോട്ട് തന്നെ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഫോർട്ട് കൊച്ചിയിലാണ് ഗൈസ്, മനസ്സിലായില്ലേ. പോയപ്പോൾ കാക്കകളൊന്നും പറക്കുന്നില്ല ഗൈസ്. പെട്ടെന്ന് ഓണടിക്കാതെ ഒരു സ്കൂട്ടിക്കാരൻ ബാക്കിലൂടെയും വന്നു, ഞങ്ങൾ പെട്ടെന്ന് പേടിച്ചും പോയി ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേര് മുകളിൽ മുളച്ച ഒരു മരമാണ് ഇപ്പോൾ കണ്ടത്.
അപ്പം നമ്മൾ പോട്ടൂച്ചിയിലെ പ്രത്യേകതകളും അതേപോലെ തന്നെ സൗന്ദര്യമായ പ്രകൃതി സൗന്ദര്യവുമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഗൈസ്, മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടുത്തെ വീടുകൾ വളരെ പ്രത്യേകതകൾ നിറഞ്ഞതാണ് ഗൈസ്. അപ്പോൾ എന്തായാലും എനിക്ക് അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് ഗൈസ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നതൊന്നല്ല, ഇതിലും വ്യത്യസ്തമായ വീടുകൾ ഇവിടെ ഉണ്ട് ഗൈസ്. അപ്പോൾ മനസ്സിലായില്ലേ? അങ്ങനെ നേരെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാറുകളെല്ലാം ചെറിയ വ്യത്യാസത്തിലാണ് നമ്മളെ തൊട്ട് പോകുന്നത്. അങ്ങനെ കുറേ മുന്നോട്ട് പോയപ്പോൾ രണ്ട് മദാമകൾ എന്തൊക്കെ തേടി പോകുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് അപ്പോൾ കുറേ മുന്നോട്ട് പോയപ്പോഴാണ് നമ്മുടെ മമ്മൂട്ടിയുടെ ആദ്യത്തെ പെര കാണുന്നത് ഗൈസ്. അപ്പോൾ അങ്ങനെയൊന്നല്ല, ഷൂട്ടിംഗ് നടന്ന സ്ഥലമാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ആദ്യത്തെ പോലെയൊന്നല്ല, ഇപ്പോൾ കുറേ വ്യത്യാസങ്ങളുണ്ട് ഗൈസ്. മനസ്സിലായില്ല? അപ്പൊ ഞാൻ ഫോട്ടോയിൽ കണ്ട് വന്ന് ഇവിടെ കണ്ടപ്പോൾ അഭിപ്രായം ഗൈസ്. അപ്പൊ റോഡിലൂടെ കുറെ ഏട്ടന്മാര് സൈക്കിളൊക്കെ ഓട്ടി പോകുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ അടിപൊളിയായിട്ട് എനിക്ക് തോന്നി ഗൈസ്. അപ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രമായത് കൊണ്ട് തന്നെ ഇവിടുത്തെ ഫാഷനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു സോങ് എടുക്കുകയാണ്, പറഞ്ഞ സോങ് ആണ് ഗൈസ്. അപ്പോൾ ഫണ്ണി ആയിട്ട് എടുക്കുക. ഞാനതിന് വെറുതെ ചുമ്മാ പാടിക്കൊടുത്താണ് ആ ഡ്രസ്സിന് പറ്റിയൊരു പാട്ട്. നിങ്ങൾക്ക് ഉണ്ടെങ്കിലും ചുമ്മാ അങ്ങ് വിട്ടേക്കണം. അങ്ങനെ നേരെ നമ്മൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് ഇപ്പോൾ തിരിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ മനോഹരമായ സ്ഥലമാണ് ഗൈസ്. അപ്പോൾ കുറച്ച് മുന്നോട്ട് നീങ്ങിയപ്പോൾ ഒരാൾ നമ്മളെ എരുത്ത് വന്നിട്ടുണ്ട്. ഇവനാണ് എങ്ങോട്ടും ഓടിപ്പോകുന്നുമില്ല. അപ്പോൾ ഇവനങ്ങ് കൊണ്ടുപോയാലോ വെച്ചു, പക്ഷെ വേണ്ട വെച്ചു ഗൈസ്. എന്തായാലും നേരെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവനിപ്പോൾ ബാക്കിലൂടെ ചെറുതായിട്ട് കാണുന്നുണ്ട് ഗൈസ്. എന്തായാലും ഞാനും ഷാനാവും നേരെ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ യാത്ര മുന്നോട്ട് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 100% ശുഭയാത്രയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെന്തായാലും നേരെ ഇനി കടൽ തീരത്തോട്ട് പോവാനായിട്ട് പോവാണ്. എന്തായാലും പോട്ടൂച്ചിയിലല്ലേ, അപ്പോൾ എന്തായാലും കടൽ തീരത്ത് പോയിട്ടില്ലെങ്കിൽ അതൊരു വല്ലാത്ത നഷ്ടമായിരിക്കുമെന്നാണ് എൻ്റെ കൂടെയുള്ള ഷാനാദ് പറഞ്ഞു വരുന്നത്. അങ്ങനെ നേരെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ ഭയങ്കര സ്മെല്ലുണ്ട്. പറഞ്ഞു വരുന്നത് പ്ലാസ്റ്റിക് കൂട്ടിയിട്ട് ആ സ്മെല്ലല്ലേ ഗൈസ്. എന്തായാലും പുറത്തുനിന്ന് കടലിന് പിടിച്ചു വരുന്ന മീനിൻ്റെ സ്മെല്ലാണ്, അത് എല്ലായിടത്തും ഉണ്ടാവുന്നത് തന്നെയാണ്. അങ്ങനെ നേരെ നമ്മൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറേ പ്രാവുകളും കാര്യങ്ങളൊക്കെ കണ്ടു. അമ്പലപ്രാവുകളാണ് ഗൈസ്. എന്തായാലും ഇതിനെ പിടിച്ചാലും അങ്ങ് വെച്ചു, പക്ഷെ വേണ്ട വെച്ചു. നേരെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് എത്തിയപ്പോൾ ഒരു ബോട്ട് എന്തായാലും പോകുന്നുണ്ട്. ബോട്ടല്ല, കപ്പലൊന്നുണ്ട് ഗൈസ്. എന്തായാലും അത് നിങ്ങൾ കണ്ടു, അടിപൊളിയാണെന്ന് വിചാരിക്കുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഗൈസ്. അപ്പോൾ അവിടെ പോയപ്പോൾ 2 റൗണ്ടിലുള്ള വലിയ 2 ഷിപ്പ് എന്തോ സാധനം ഗൈസ്. അപ്പോൾ ഇതെന്തായാലും എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. ഇത് തോന്നുന്നു കപ്പലിൻ്റെ എഞ്ചിനാണെന്ന് തോന്നുന്നു. അവിടെ ഒരു ബോർഡ് വെച്ചിരിക്കുന്നുണ്ടായിരുന്നു, അത് വായിക്കാൻ മറന്നു ഗൈസ്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് നോക്കിയാലുള്ള വ്യൂ അടിപൊളി തന്നെയാണ് ഗൈസ്. അപ്പോൾ 100% വിജയകരമാക്കാൻ നമ്മൾ യാത്ര വീണ്ടും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ പോയപ്പോൾ ഒരു മീൻ വേട്ടക്കാരനെ കണ്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ മൂപ്പർക്ക് മലയാളം അറിയില്ല, കേരളത്തിൻ്റെ പുറത്തുള്ളതാണ്. അപ്പോൾ എന്തായാലും മൂപ്പർക്ക് മീനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതും കണ്ട് നേരെ കടലിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൂപ്പര് മീൻ പിടിക്കണ കണ്ടപ്പോൾ ഞങ്ങൾക്കും ഒന്ന് പൂതി കയറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മീൻ പിടിക്കാമെന്ന് ഷാനാദ് എന്നോട് പറഞ്ഞപ്പോൾ പിന്നെ മീൻ കഴിയുമെന്ന് കരുതി ഞങ്ങൾ വേണ്ട എന്ന് വെച്ചതാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നേരെ നമ്മൾ മുന്നോട്ട് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇനി കുളമാക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ദൂരോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇനി കുറച്ച് നേരം ഇദ്ദേഹത്തിൻ്റെ മീൻപിടുത്തം കാണാമെന്ന് വെച്ച് കുറച്ച് ഇവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും മൂപ്പയുടെ മീനും കാര്യങ്ങളൊക്കെ പിടിക്കുന്ന ശൈലിയും കാര്യങ്ങളൊക്കെ കുറച്ച് നേരം നമുക്ക് അത് കണ്ടുകൊണ്ടിരിക്കും ഗൈസ്. അപ്പോൾ നോക്കിയിരുന്ന് ലാസ്റ്റ് മൂപ്പർക്ക് മീൻ അടിച്ചിട്ട്. അപ്പോൾ എന്തായാലും അത് പൊക്കണ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ചെറിയ മീനായതുകൊണ്ട് തന്നെ മൂപ്പർ അതിനെ പറഞ്ഞു വിട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ പിന്നെ മീൻ പിടിക്കുന്ന കാഴ്ചകൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് പോയപ്പോൾ മൂപ്പർക്ക് മീൻ വലിച്ചാൽ കിട്ടുന്നില്ല. മൂപ്പര് അടുത്തുള്ള ആളോട് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നും അറിയില്ല ഗൈസ്. അപ്പോൾ എന്തായാലും നേരെ ഇനി അവിടേക്ക് പോയി നോക്കാമെന്ന് ഞാൻ വെച്ചു. അപ്പോൾ എന്തായാലും മൂപ്പർക്ക് കിട്ടണ വരെ ഒന്ന് നോക്കാമെന്ന് വെച്ചു. അപ്പോൾ എന്തായാലും മൂപ്പർക്ക് വലിച്ചിട്ട് കിട്ടുന്നില്ല ഗൈസ്. അപ്പോൾ എന്തായാലും ലാസ്റ്റ് അത് വലിച്ചപ്പോൾ
പൊട്ടിയിട്ടുണ്ട് ചൂണ്ട ഗൈസ്. അപ്പോൾ എരുത്തേക്ക് പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് ചാക്കിൽ കുടുങ്ങിയിട്ടാണ് ഗൈസ്. അപ്പോൾ എന്തായാലും അവിടെ അടിഞ്ഞു കൂടിയ ചാക്കിൽ കുടുങ്ങിയിട്ടാണ് അങ്ങനെ കിടക്കാണ്. മീനും അതിൽ കാണാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ട്, പക്ഷെ മൂപ്പര് ഇറങ്ങാൻ മടിക്കാണ്, പേടിയായിട്ടാണ് എന്താണെന്ന് അറിയില്ല ഗൈസ്. അപ്പോൾ എന്തായാലും നല്ല വെഴുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് പാറക്ക്, അതുകൊണ്ടായിരിക്കും. അങ്ങനെ നേരെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ വന്നിറങ്ങിയ അവിടേക്കാണ് കേട്ടോ. നമ്മൾ വന്നിറങ്ങിയ സ്റ്റേഷനിലാണ്, മെട്രോ സ്റ്റേഷനിലാണ്. അപ്പോൾ വീണ്ടും ഡ്രസ്സുകൾ കാണുന്നുണ്ട്, പക്ഷേ ഇപ്രാവശ്യം ഞാൻ പാടുന്നില്ല പാട്ട്. അപ്പോൾ എന്തായാലും നേരെ നമ്മൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലാതെ പിറകോട്ട് പോകുന്നില്ല. വീണ്ടും 100% പ്രതീക്ഷയോടെയാണ് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മുടെ വണ്ടികളെല്ലാം കയറ്റിക്കൊണ്ടുപോകുന്ന ഒരു സംവിധാനമാണ്. ഇതിനെന്തോ ഒരു പേര് പറയും, പക്ഷെ ഞാൻ മറന്നു ഗൈസ്. അപ്പം എന്തായാലും എന്നോട് ക്ഷമിക്കണം. അങ്ങനെ വണ്ടികളെല്ലാം കൊണ്ട് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് അക്കരയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സംവിധാനമാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ആളുകളും കയറുന്നുണ്ട്. ഏകദേശം എത്ര രൂപയാണെന്ന് എനിക്ക് അറിയില്ല. അങ്ങനെ ഏകദേശം 4 മണിയോട് അടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഷാനായിൻ്റെ ഫോണിൻ്റെ ചാർജും കഴിഞ്ഞു എന്ന് പറയുന്നു. അപ്പോൾ എന്തായാലും എൻ്റെ പവർ ബാങ്കിൽ തീരെ ചാർജില്ല. അങ്ങനെ ചാർജ് കുത്തിയേക്കാനും അതേപോലെ തന്നെ ചായയും കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കടയിലോട്ട് കയറി. അപ്പോൾ എന്തായാലും ചായയും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്ത് അവസാനം നമുക്ക് ചായ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി ചായ തന്നെയാണ്. അപ്പോൾ എന്തായാലും പഴംപൊരിയും കിട്ടിയിട്ടുണ്ട്, അതും കഴിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും അടിപൊളി എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. വിശപ്പിൽ അങ്ങനെ പോകുകയാണെന്ന് എനിക്ക് അറിയില്ല ഗൈസ്. നേരെ നമ്മൾ ചായപ്പീടിയിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മീൻ തൊഴിലാളികളാണ് ഗൈസ്. അപ്പോൾ എന്തായാലും കടലിലോട്ട് പോയി മീൻ പിടിച്ച് വരുന്ന തൊഴിലാളികളെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ട് വരുന്നത്. അപ്പോൾ എന്തായാലും അവർ കുറേ പേരുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും കുറേ പേര് 2-3 ബോട്ടുകളിൽ നിന്നായിട്ട് അവരിറങ്ങിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും മീനും കാര്യങ്ങളൊന്നും കാണാനൊന്നും പറ്റിയില്ല ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ ഇനി മെട്രോയിലോട്ട് തന്നെ കയറാനായിട്ട് പോവുകയാണ്. വലിയ ദൂരം കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ വരുമ്പോൾ സീറ്റ് കിട്ടിയെങ്കിൽ നമ്മൾ പോകുമ്പോൾ സീറ്റ് കിട്ടിക്കൊള്ളണം എന്നില്ല. നമ്മളെന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സീറ്റ് കിട്ടിയില്ലെങ്കിലും ഫസ്റ്റ് ടൈം നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നേരെ നമ്മൾ വേഗം ഇനി മറവൻ ഡ്രൈവിലോട്ട് പോകാനായിട്ട് പോവാണ്. അപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ നേരെ നമ്മൾ മറവൻ ഡ്രൈവിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളായിരിക്കും ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ മറവൻ ഡ്രൈവിലൂടെ തന്നെയാണ് ഫോർട്ട് കൊച്ചിയിലേക്ക് പോയത്. അതേപോലെ തന്നെ നേരെ നല്ല ക്ഷീണുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ഇവിടെ ഒന്ന് കടക്കാൻ വെച്ചു. അപ്പോൾ എന്തായാലും ഒരു സീറ്റ് എന്തായാലും ഒഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കുറച്ച് നേരം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് ഇരിക്കാമെന്ന് വെച്ച് അങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും വെളിച്ചമൊക്കെ മങ്ങി തുടങ്ങിയിട്ടുണ്ട്. സൂര്യാസ്തമനത്തിലേക്ക് നമ്മൾ പോയ സ്ഥലം എന്തായാലും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് ഇതുവരെയായിട്ട് കൂളിംഗ് ഗ്ലാസും ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും അതും എൻ്റെ ആഗ്രഹങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ സൂര്യാസ്തമനത്തിലൂടെയുള്ള വളരെ ഭംഗിയായ ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരെ അവിടെ നിന്ന് മാറി കുറച്ച് കാര്യങ്ങളെല്ലാം കാണാനുണ്ടായിരുന്നു. ഇവിടെ ഒന്ന് വന്നു. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അടിപൊളി തന്നെയാണ് ഗൈസ്. എന്താ ഗൈസ്, അപ്പോൾ എന്തായാലും നൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് തിരക്കും കാര്യങ്ങളും ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ ഇനി വീട്ടിലോട്ട് പോകാനായിട്ട് പോണേണ്. അപ്പോൾ എന്തായാലും ഒരു കോഴ്സിനായിട്ട് ഇറങ്ങി ഒരു ട്രിപ്പ് തന്നെ അങ്ങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും നേരെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിനിലോട്ട് ഓടിക്കയറി നമുക്ക് സീറ്റ് എന്തായാലും പിടിച്ച് തന്നിട്ടുണ്ട് നമ്മളെ ഷാനാദ്. അങ്ങനെ നേരെ നമ്മൾ മുകളിലത്തെ തട്ടിലാണ് ഇരിക്കുന്നത്. അടിയിലെല്ലാം കുറേ ഭായിമാരെല്ലാം ഉണ്ട്. സൈഡിലാണ് ഒരു മലയാളിയെ കണ്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും അവനോടും കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. അവനെന്തായാലും ബാംഗ്ലൂർ എവിടെ പഠിക്കാനായിട്ട് പോണേന്ന്. അപ്പോൾ എന്തായാലും എൻ്റെ ചെവിയിൽ ഹെഡ്സെറ്റാണ്, അല്ലാതെ വേറൊന്നുമല്ല ഗൈസ്. എന്തായാലും ഹെഡ്സെറ്റ് കെട്ടിവെച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ബോറടിച്ച് ചാവും ഗൈസ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഉറങ്ങാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളെന്തായാലും ഉറങ്ങുന്നില്ല ഗൈസ്. അപ്പോൾ എന്തായാലും വന്ന ഒരു ഓർമ്മ കൊണ്ട് നമ്മൾ ഉറങ്ങിയിട്ടില്ല. അങ്ങനെ നേരെ നമ്മൾ നമ്മുടെ നാട്ടിലോട്ട് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒലോക്കോട് തന്നെ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും
ഇത്രയൊക്കെ ഉള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എന്തായാലും തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ ക്ഷമിക്കണം ഗൈസ്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുള്ളൂ, എന്താണെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത കിടുക്കാച്ചി വീഡിയോയിൽ കാണാം. ബൈ ബൈ.